ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എവിടെയാണ്? ഒരു കൃഷിത്തോട്ടത്തിലാണ്. അതും നമ്മുടെ സ്വന്തം പൊമോഗ്രാനൈറ്റിൻ്റെ. നമ്മൾ ഈ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അവർക്ക് ഈ തോട്ടം ഒന്നുകൂടെ കാണാൻ ആഗ്രഹമുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് അവിടെ എന്താണ് ഉള്ളതെന്ന് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ കണ്ടല്ലോ, ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊമോഗ്രാനൈറ്റ്, നമ്മുടെ മാതള നാരങ്ങ. ചില സ്ഥലത്ത് ഇതിന് ഉറുമാൻ പഴം എന്ന പേരിലും അറിയപ്പെടുന്നു. കണ്ണൂർ ഭാഗത്തൊക്കെ ഇതിന് ഉറുമാൻ പഴം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വളരെ വില കൂടിയ ഒരു ഫ്രൂട്ടാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ പൂക്കളാണിത്. ഒരുപാട് പൂക്കളുണ്ട് ഈ സമയത്ത്. ഇതിപ്പം ജനുവരി മാസമാണ്. ഈ സമയത്ത് ഇത് പൂവിടും. ഒരു 2 മാസം ആവുമ്പോഴേക്കിത് നല്ല ഫലപുഷ്ടമായ നല്ല വിളവ് തരുന്ന ഒരു മരമാണ്. ഒരുപാട് നമുക്ക് ഫ്രൂട്ട് കിട്ടും ഒരു 2 മന്ത് ആകുമ്പോഴേക്ക്. ഇതിപ്പോൾ കരിഞ്ഞു പോയി. ചില മരങ്ങൾ അങ്ങനെയാണ്, ചിലത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരുപാട് മരങ്ങൾ ഇവിടെ ഉണ്ട്. മരങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ഒരു 6 അടി പൊക്കം മാത്രമേ ഇതിനുണ്ടാവുകയുള്ളൂ. ഒരു ചെടി പോലെ നമുക്ക് പറയാം. കാരണം ഇത് വലിപ്പം ഉണ്ടാവില്ല. അതിൻ്റെ പൂക്കളൊക്കെ നിങ്ങൾ നോക്കിക്കുക, എന്ത് ഭംഗിയാണ്. നല്ല സുന്ദരി മണികളായിട്ട് അവരിങ്ങനെ കിടക്കുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്. നിറയെ പൂക്കളും അതുപോലെ തന്നെ മൊട്ടുകളും ഒക്കെയുള്ള അനാറാണ്. ഇവിടെ ഹിന്ദിയിൽ അനാർ എന്ന് പറയും, അതുപോലെ തന്നെ ദാളെന്ന് നമ്മൾ ഗുജറാത്തിയിലും പറയും. चली जाओ. നമ്മൾ റെഗുലറായിട്ട് ഈ ഒരു പൊമോഗ്രാനൈറ്റ് കഴിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ കുറക്കാൻ സാധിക്കും. കുറച്ച് വില കൂടുതലാണ്, പക്ഷെ നമ്മൾ സീസൺ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വിലക്കുറവിൽ കിട്ടും. കിലോയ്ക്ക് 10 രൂപ വരെയുള്ള സമയത്ത് നമ്മൾ വാങ്ങിക്കാറുണ്ട്. കാരണം അത്രയും കുറയും. ഗൈസ്, നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നല്ലൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരുപാട് അനാറുകളുണ്ട്. പൂക്കൾ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ജനുവരി മാസത്തിൽ ഈ പൂക്കളൊക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങും. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മൊട്ടുകൾ ഇവിടെയൊക്കെ കണ്ടില്ല. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു മൊട്ടുകളും വരേണ്ട സമയമായി. പിന്നെ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ 1 മാസം കൂടി കഴിഞ്ഞാൽ നല്ല നല്ല അനാറുകൾ ഇവിടെ കിട്ടും. അത് ഫ്രഷ് അനാറുകളാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് വാങ്ങിക്കാം. ഇവിടെ പ്രത്യേകിച്ച് കീടനാശിനികളൊന്നും തന്നെ ഇവരടിക്കുന്നില്ല. ഭയങ്കര ഫ്രഷായിട്ട് നമുക്ക് മേടിക്കാം. അതുപോലെ തന്നെ വില കുറവുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഗുജറാത്തിൽ ജാംനഗറിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം, ഇതിപ്പോൾ നമ്മുടെ ബേഡി സൈഡിലാണ്. ഇവിടെ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ നിങ്ങൾക്ക് കൈ നിറയെ വാങ്ങിക്കൊണ്ടു പോകും. അതും വില കുറവാണ്. നല്ല ഫ്രഷ് സാധനം കിട്ടുകയും ചെയ്യും. പിന്നെ ഭയങ്കര ചൂടെടുക്കും ഇപ്പോൾ. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് കുറച്ച് ഫ്രഷ് അനാറ് വേണത്. നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനും നല്ലതാണ്, അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും നല്ലതാണ്. അത് ചിലപ്പോൾ ഇതിങ്ങനെ പൊളിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് പൊളിച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് കാര്യം. നമുക്ക് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയി നോക്കാം. നല്ല നല്ല അനാറ് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു അനാറുകളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി ഉള്ളിലേക്ക്
മറ്റുള്ള ഒരു പ്രധാന വസ്തുതയാണ് നമ്മുടെ പഴമക്കാർ പറയുന്നതാണ് പൊമോഗ്രാനൈറ്റ് നമ്മുടെ മുഖത്തുള്ള മുഖക്കുരുവിനെയൊക്കെ നന്നായിട്ട് കുറക്കും. നമ്മുടെ മുഖത്ത് വരുന്ന ചെറിയ പ്രായത്തിൽ നമുക്കൊരു കൗമാരപ്രായത്തിലൊക്കെ വരുന്ന മുഖക്കുരുവിന് നല്ലൊരു മരുന്നാണ് നമ്മുടെ ഈ ഒരു പൊമോഗ്രാനൈറ്റ്. അതുമാത്രമല്ല ഇതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ മുഖത്തുണ്ടാകുന്ന ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ ഒരു പരിധി വരെ കുറക്കാൻ സാധിക്കും. ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ഇതൊക്കെ നല്ല നല്ല ചെറിയ അനാറുകൾ ഉണ്ടായി വരുന്നതാണ്. ഇപ്പോൾ വലുതാകുമ്പോഴേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ ഇത് പൂർണ്ണ വളർച്ചയെത്തും. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനും പ്രത്യേകിച്ച് ഗർഭിണികൾക്കൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല വിലക്കുറവാണ്. പിന്നെ എന്താ, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അനാറിൻ്റെ നല്ല രസമുള്ളൊരു ടേസ്റ്റാണ്. കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട്. നല്ല ഫ്രഷ് സ്ഥലമാണ്, നമുക്ക് കാണാനും വന്ന് ഇവിടെയൊക്കെ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് ആണ് മൈൻഡിൽ തന്നെ. പിന്നെ എന്താ, ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മൊട്ടുകളാണ്. അയ്യോ, ഒരു മൊട്ട് താഴെ വീണുപോയി. പൂക്കളും മൊട്ടുകളൊക്കെയാണിത്. നമ്മുടെ സാധാരണ പൂക്കളൊക്കെ പോലെ തന്നെ ഈ അനാറിലും പൂക്കളാണ് വരുന്നത്. ആദ്യം മൊട്ടുകളായി പൂക്കളായി, പിന്നെ അത് പഴമായി വരാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഈ പൂവാകുന്ന സമയത്താണ്. വർഷത്തിൽ 1-2 തവണ ഈ അനാറുണ്ടാവും. ഇപ്പോൾ ഒരെണ്ണം കണ്ടില്ലേ, ഇവനിപ്പോൾ ഏകദേശം ആള് വലുതാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വലുതാവും, അപ്പോഴേക്കൊന്നും പാകമായിട്ട് വരും. ഇനി ഒരുപാടുണ്ട് ഇവിടെ. ഇത് ഏക്കർ കണക്കിന് ഇവിടെ ഇവർ കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മാമ്പഴമൊക്കെ കിട്ടുന്ന പോലെ ഇവിടെ ഒരുപാട് അനാറ് നമുക്ക് കിട്ടും. മാമ്പഴം ഇവിടെ കിട്ടും, അതുപോലെ തന്നെ ഇതും കിട്ടും. ഇനി ഒരുപാട് സ്ഥലത്തേക്ക് ദൂരേക്ക് പോയാൽ നമുക്ക് ഇനി ഒരുപാട് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് തിരിച്ചു നടക്കാം. കാരണം ഇപ്പോൾ ഒരുപാട് ദൂരം വന്നല്ലോ, എന്തായാലും തിരിച്ചു നടക്കാം. പിന്നെ ഇവരെ കണ്ടില്ലേ, ഇതൊക്കെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായതാണ്. ഇവൻ ഇപ്പോഴും വീഴാതെ സ്ട്രോങ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പൊട്ടിച്ച് നോക്കുവാണെങ്കിൽ ഒന്നും കിട്ടില്ല. ഇതിപ്പോൾ കരിക്കട്ട പോലെ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഭയങ്കര ചൂടടിക്കും. കിടക്കുന്നുണ്ട്. ഇതൊക്കെ വേസ്റ്റ് പോലെ കിടക്കുവാണ്. ഇതൊക്കെ വീണ് പോയതാണ്. ഇവിടെ ഒരുപാട് കൃഷി ഉള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിലധികം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് കായ്ക്കളുണ്ടാവും. പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ മുള്ളുകൾ ഇങ്ങനെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ചും കണ്ട് നമ്മൾ നടക്കണം. നമുക്കൊരു ഫ്രഷ് ഫീലിംഗ്, ഇതുപോലത്തെ പൂക്കളും മരങ്ങളും ഒക്കെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടില്ലേ. ഇപ്പോൾ രാവിലെ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എന്ത് രസമായിരിക്കുമല്ലോ. നിങ്ങൾക്കും വരാൻ തോന്നുന്നില്ല. ഇവിടെ മുള്ളുണ്ട്, സൂക്ഷിക്കണം നമ്മൾ. ഇതൊക്കെ ഇതിൻ്റെ തന്നെ മുള്ളുകളാണ്. നമുക്ക് സൂക്ഷിച്ചും കണ്ട് മുമ്പോട്ട് പോകാം. നിങ്ങൾ കണ്ടില്ലേ, പരവതാനി പോലെ കിടക്കുവാണ് ഈ ഒരു പാടം എന്ന് പറയുന്നത്. ഫ്രൂട്ട്സിൽ ഏറ്റവും നല്ല, ആപ്പിളിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നു ഈ ഒരു അനാറാണെന്ന്. നമ്മളെ പല നാട്ടിലും പല പേരാണ്. മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കേരളത്തിൽ തന്നെ ഈ ഉറുമാമ്പഴം എന്ന് ചില സ്ഥലങ്ങളിൽ പറയും, ചില സ്ഥലങ്ങളിൽ മാതള നാരങ്ങ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇതിപ്പോൾ പൊമോഗ്രാനൈറ്റ് നമുക്ക് ഇംഗ്ലീഷ് പറയും, ഇവിടെ ദാളെന്ന് ഗുജറാത്തിയിലും അതുപോലെ അനാറിന് ഹിന്ദിയിലും പറയും. ഒരുപാട് മുള്ളുകളുണ്ട്. ഇതൊക്കെ മുന്നേ ഉണ്ടായിട്ടുള്ളതാണ്. അതിന് വെട്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു നല്ല കാഴ്ചയാണ് ഇതൊക്കെ. എനിക്കിതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈയൊരു സ്ഥലത്ത് വന്നപ്പോൾ ചൂടും തണുപ്പും ഒരുപോലെ കിട്ടുന്നുണ്ട്. നേരത്തെ ഭയങ്കര തണുപ്പായിരുന്നു,
എന്നാലും ഒരു കുഞ്ഞ് തണുപ്പും കൂടെ ഉണ്ട്. ഇതൊക്കെ സൂക്ഷിച്ച് നടക്കണം. നമ്മളിപ്പോൾ ഒരു 100-ൽ 10% കണ്ടു കഴിഞ്ഞു. ഒരുപാട് സ്ഥലങ്ങൾ ഇതിന് അവർ നട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ കാണിച്ചല്ലോ, ആ ചേച്ചി ഇപ്പോൾ ആ സൈഡിലും കൂടെ വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. ഇതിന് ഈ സ്ഥലം മുഴുവൻ യൂട്ടിലൈസ് ചെയ്ത് അതിനനുസരിച്ചിട്ട് കായ്കൾ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഏകദേശം ആയി വരുവാണ് ഈ 2 കുഞ്ഞുങ്ങൾ. സുന്ദരി കുട്ടികൾ, രണ്ടാളും ഇരട്ടക്കുട്ടികളാണെന്ന് തോന്നുന്നു, ഒട്ടിപ്പിടിച്ചിട്ട് നിൽക്കുന്നത്. ഇനിയും കാണാൻ സാധിക്കും. ഇവിടെയൊക്കെയുണ്ട്. ഇതിപ്പോൾ എന്താ 6 മാസം പ്രായമായ കുഞ്ഞിനെ പോലെ, ഇതൊരു 7 മാസമായി കാണും. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വളർന്നു വരുവാണ്. ഇവിടെ കണ്ടില്ലേ, നല്ല മൂത്ത് വരുന്ന ആൾക്കാർ. ഇതൊക്കെ ഇവർ കീടനാശിനിയൊന്നും അടിക്കാത്തതാണ്. ഇവിടുത്തെ മണ്ണ് നിങ്ങൾ കണ്ടിരുന്നു, നല്ല കറുത്ത മണ്ണാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇവരൊക്കെ ആളൊരു ചിങ്കിരിയാണ്, ഇച്ചിരിയേ ഉള്ളൂ ഇവനാകെ. ഒരു 1.5 ആഴ്ച പ്രായമുള്ള കൊച്ചാണിത്. അപ്പോൾ ഇവനും വളർന്നു വരാൻ ഏകദേശം 1 മാസം എടുക്കും തോന്നുന്നു. നല്ല നല്ല ഭംഗിയില്ലേ ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടോളൂ, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോയപ്പോഴേക്കൊന്നും മനസ്സിലാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ വന്ന വഴിക്ക് തന്നെ തിരിച്ചെത്തി. കാരണം ഇത് എത്ര നടന്നാലും തീരില്ല, അത്രയധികം ഉണ്ട്. നിങ്ങൾ നോക്കിക്കാ, നിരയും കോളവും ഒക്കെ അവർ കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെള്ളം കൊടുക്കാനും മറ്റുള്ള ആവശ്യത്തിനൊക്കെ പോകാനും കഴിയും. ഇത് പറിച്ചെടുക്കാനൊക്കെ സിമ്പിളാണ്. കാരണം ഈ നിരയും വരിയും നോക്കിയിട്ട്, നമ്മുടെ റോവും കോളവും നോക്കിയിട്ട് പോയാൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഏത് ഭാഗമൊക്കെ കംപ്ലീറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കി. ഇത് അതിൻ്റെ തൊട്ടടുത്ത് വെള്ളം അവർ അതിന് വേണ്ടി കൊടുക്കാൻ വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു ചാല് കീറി അതിൽ നിന്നും വെള്ളം പൈപ്പിംഗ് വഴി അങ്ങനെ എന്തോ സംവിധാനമായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് മുഴുവൻ ഞാനിങ്ങനെ ജസ്റ്റ് പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ്. ഞാൻ നടന്നു പോകുമ്പോൾ തന്നെ ഇത് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മളിങ്ങനെ ഒരുപാട് പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. ഒരുപാട് നമുക്ക് എന്തൊക്കെയോ എന്താ ഒരു സന്തോഷം, പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡ് ഒരു കൂളായിട്ട് നമുക്ക് തോന്നും. എനിക്കിതിലൂടെ നടന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്താണെന്നറിയില്ല, നമുക്കൊരു ഫീലിംഗ് അങ്ങനെയാണ്. നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഈ പച്ചപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ചേച്ചി ഇവിടുന്ന് ഇതുപോലെ ചാലിൻ്റെ അടുത്ത് തന്നെ ഇവിടെയും അനാറ് വെച്ച് പിടിപ്പിക്കുവാണ്. അവരൊരു സ്ഥലം പോലും ഇങ്ങനെ പാഴാക്കാതെ പറ്റുന്നിടത്തൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിലും രസകരമായി തോന്നിയത് ഇവരുടെ ലൈഫ് സ്റ്റൈലാണ്. കാരണം ഇതിൻ്റെ നടുവിൽ തന്നെയാണ് ഇവരുടെ വീടും. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഇവരുടെ വീടും അതുപോലെ തന്നെ ഇവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ കാണിക്കാം. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ നടുവിൽ തന്നെ ഒരു കുഞ്ഞു വീട്ടിലാണ് ഇവരുടെ താമസം. ദീദി വോ ദീദി കാങ്കി ഏക്കോർ ദീദി ഓ उसमें पानी चालू है इसलिए उधर है। हाँ हाँ ठंडी कितनी पड़ती है अभी? हाँ केरला में इतना नहीं है, हम बारिश होती है, इतना ठंड नहीं है। पर यहाँ का मौसम अच्छा है ना, मुझे पसंद है. ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ശരിക്കും ഇവരുടെയൊക്കെ ലൈഫല്ലേ ശരിക്കുമുള്ള ഒരു നല്ലൊരു ലൈഫ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പച്ചപ്പിൻ്റെ മിഡിൽ തന്നെയായിട്ട് ഒരു കുഞ്ഞു വീടും അതുപോലെ തന്നെ അവരുടെ കൃഷിയിടവും അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ കുഞ്ഞു അരുവികളും ഒരുപാട് പക്ഷികളും എന്ത് ഭംഗിയായിരിക്കും അല്ലേ. ഉൻകാ ബേട്ടിയെ അച്ഛാ. നമ്മളിപ്പോൾ കണ്ട ചേച്ചിയുടെ കുട്ടിയായിരുന്നു അത്. ആ കുട്ടി ഇവിടെ തന്നെ കളിച്ച് വളർന്ന് ഇവിടെ തന്നെ വലുതായ കുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഈ സ്ഥലം എന്തോ ഒരു പോകാൻ പറ്റാത്ത പോലെ ഒരുപാട് നേരം ഞാനിങ്ങനെ ഈ ചെടികളെയൊക്കെ നോക്കി നിന്നു. കുഞ്ഞു കുഞ്ഞു കിളികളെയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും ഞാൻ എന്താ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ചെയ്യുന്നതെന്ന്. അതിൻ്റെ ഉള്ളിലൊക്കെ കുഞ്ഞു പക്ഷികളുണ്ട്. നമ്മുടെ മീൻകള്ളത്തി പക്ഷിയില്ലേ, അതിനെപ്പോലെ അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ പക്ഷികളാണ്. അതിനെ കാണാൻ പോലും കിട്ടുന്നില്ല, അത്രയും ഉള്ളിലാണ് അത്
പറന്ന് നടക്കുന്നത്. അതിനെയൊക്കെ നോക്കി ഇങ്ങനെ നടക്കുവാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു കാലഘട്ടം, ഈ ഒരു അനാറുണ്ടാവുന്നത് പൂക്കളായി കായ്ക്കളായി ഉണ്ടാവുന്ന ആ ഒരു കാലഘട്ടം ഇല്ലേ, അത് ശരിക്കും ഇവിടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവും. ഇവർക്ക് ഈ പൂവിൻ്റെയും അതുപോലെ തന്നെ കായ് ഉണ്ടാകുന്നതിൻ്റെയൊക്കെ സമയം നന്നായിട്ട് അറിയാം. ഈ കൊച്ചു കുട്ടിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഇതിപ്പോൾ ഏകദേശം 1 മാസത്തോളം എടുക്കും ഇതൊന്ന് കായ്ക്കളായിട്ട് നമ്മുടെ വിപണിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമുക്ക് ഇത് കാണുമ്പോൾ എനിക്കിത് ഏതാണ്ടൊക്കെ കായ്കളൊക്കെ ഉണ്ടായത് ശരിക്കും പറിക്കാനുള്ള സമയമായതൊക്കെ തോന്നി. പക്ഷേ അങ്ങനെയല്ല. ये दालम पसंद है तेरे को? नहीं, हमारा केरला में ये बिल्कुल नहीं मिलता है, बहुत महंगा पड़ता है. ഇവർ ജനിച്ചപ്പം മുതൽ ഇത് കാണുന്നത് കൊണ്ടാവാം അവർക്ക് ദാളത്തിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ നമുക്കൊക്കെ എന്തൊരു വിലയാണല്ലേ. ഞാൻ പെട്ടെന്ന് അത് ഓർത്തുപോയി. ഇവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇത് തിന്നാനും. അതുപോലെ തന്നെ ഇതെപ്പോഴും ഇത് തന്നെയല്ലേ അവർ കാണുന്നത്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, എന്ത് തന്നെ ആയാലും. അതിൻ്റെ ഇടക്കാണ് ഞാൻ എൻ്റെ ഈ ബാഗ് ശ്രദ്ധിച്ചത് കേട്ടോ. ബാഗും ഞാനിട്ട സ്വെറ്ററും ഒരേ കളറായിരുന്നു. പക്ഷേ ഇത് നല്ല ക്യൂട്ട് ബാഗല്ലേ, ഇതിന് 2 കൊമ്പൊക്കെ ആയിട്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇപ്പോൾ ഒരു 5-6 പ്ലെയിന് ഇപ്പോൾ പറന്നു പോയി. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ സ്റ്റേഷൻ. അതുകൊണ്ടാണ് ഭയങ്കര സൗണ്ട്. തൊട്ടടുത്തുനിന്ന് പറന്നു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും അടുത്തുകൂടെയാണ് അത് പറക്കുന്നത്. ഞാനിതൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ടും ശരിക്കും എനിക്ക് അറിഞ്ഞൂടെ ഇത് എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യം. ഞാൻ എങ്ങോട്ടോ ഇങ്ങനെ നടന്നു പോവുകയാണ്. അറിഞ്ഞൂടെ നമ്മൾ എങ്ങനെ പോയാലും എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ടെങ്കിലും ഒക്കെ എത്തും, ആ ഒരു വിശ്വാസത്തിൽ നടക്കുവാണ്. ഞാൻ ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ തലയിൽ തേച്ചത് കൊണ്ട് തന്നെ ഭയങ്കര തലവേദന എടുക്കാൻ തുടങ്ങി. ക്യാപ്പ് ഇട്ടിട്ടും തലവേദന ഉണ്ടായിരുന്നു. കാരണം സൂര്യൻ നമ്മുടെ തലയിൽ ഡയറക്റ്റ് വന്നിട്ട് അടിക്കുവാണ്. इसका जूस पिया तो कभी? बहुत अच्छा है ये खेत. पहली बार मैं इधर देखा, वैसे भी जैसे नहीं होता. ये भी 2-3 हफ्ते के बाद ये भी पड़ जाए.
ഈ ഒരു കാഴ്ച നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ ഒരുപാട് സന്തോഷമേകിയല്ലേ. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് കാണുന്ന നിങ്ങൾക്കും അതേപോലെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്, കുഞ്ഞു കുഞ്ഞു സന്തോഷം അല്ലേ. ഇവിടെ ഒരുപാട് കായ്ക്കളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ നിങ്ങൾ കണ്ടു. എല്ലാവരും ഇങ്ങനെ വളർന്ന് വളർന്ന് വരുവാണ്. അടുത്ത മാസം ആകുമ്പോഴേക്ക് നല്ല രസമായിരിക്കും. നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് കളറിലെ ബോൾസ് ഉപയോഗിക്കില്ല, അതേപോലെ ഈ ഒരു പച്ച മരത്തിൽ നല്ല ചുവന്ന് തുടുത്ത അനാറിൻ്റെ കായ്ക്കൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാം. ഒരു മാസം കഴിയുമ്പോഴേക്ക് അതും കൂടെ നമുക്ക് നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കാം. നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം. കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇതിങ്ങനെ ഓരോ ബോളുകളായിട്ട് പലയിടങ്ങളിലായിട്ട് ആ മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗി കൂടെയാണ്. എന്തായാലും അത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ എന്താ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇത്രയധികം ഭാഗം കാണിച്ചു തന്നത്. ഇവിടെ താമസിക്കുന്നവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ചയായിരിക്കില്ല ഇതൊക്കെ. അതിന് തൊട്ടടുത്തായിട്ട് ഞാൻ കണ്ട ഒരു കാഴ്ചയാണിത്. ഇത് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഇതിൻ്റെ ഇല കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ പപ്പായയുടെ ഇല പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്കും അതുപോലെയാണോ തോന്നിയത്? അതിൻ്റെ കായാണ് അതിനേക്കാളും കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മളെല്ലാവരും, നമ്മുടെ ലോകം മുഴുവൻ പേടിക്കുന്ന കൊറോണയുടെ ഒരു ഷേപ്പാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അത് തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾ കണ്ടില്ലേ ആ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ശരിക്കും കൊറോണയെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിലെ ഓരോ കായ്ക്കളും കണ്ടപ്പോൾ ഞാൻ ആദ്യം കുറേ സമയം ഇതിനെ നോക്കി നിന്നു. അപ്പോൾ അവർ എനിക്ക് പറഞ്ഞു തന്നു ഇത് നമ്മുടെ സ്വന്തം ആവണക്കണ്ണയാണ്. അത് തന്നെ നമ്മുടെ സാക്ഷാൽ കാസ്റ്റർ ഓയിൽ. നമ്മളെല്ലാവരും ആവണക്കണ്ണ എന്ന് വിളിക്കുന്ന കാസ്റ്റർ ഓയിൽ നമ്മൾ മുഖത്തും അതേപോലെ മുടി വളരാനും ഒക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു എണ്ണയാണ്. നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഈ ആവണക്കണ്ണ മുടിയിൽ ഉപയോഗിച്ചു വരുന്നു. ഇത് നമ്മുടെ പുരികം വളരാനും കൺപീലിയുടെ വളർച്ചയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു എണ്ണയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിതിനെ നേരിട്ട് കാണുന്നത്. ഇതിൻ്റെ ഇല വന്നിട്ട് നമ്മുടെ പപ്പായയുടെ അതേപോലെയാണ്. പിന്നെ തൊട്ടടുത്ത് ഈ ഒരു നദി എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, ചെറിയൊരു ചാല് പോലെ കണ്ടു. ഇവർക്ക് വെള്ളം ഈ ചെടികൾക്കൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചാല് കീറിയിട്ടുള്ളത്. നിങ്ങൾ കണ്ടല്ലോ എത്രയധികമാണ് അവർ കൃഷി ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ ഈ സംഭവം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഓർത്തു നമ്മുടെ മല്ലി പൊതീനയാണെന്ന്. പക്ഷേ മല്ലി പൊതീന അല്ല, ഇതൊക്കെ ഇതിൻ്റെ ഈ ഒരു വീട്ടിൻ്റെ ചുറ്റുമായിട്ടുള്ള കാഴ്ചകളാണ്. ഈ ഒരു പൂക്കൾ കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. ഇത് എന്ത് ചെടിയാണെന്ന് അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. പൂവ് പ്യുവർ വൈറ്റ് ആണ്. എനിക്ക് കണ്ടിട്ട് വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ സ്മെല്ല് വന്നിട്ട് എവിടെയോ ഒരു പരിചയമുള്ള പോലെ തോന്നി. പിന്നെ കുഞ്ഞ് ഭാഗത്തായിട്ട് ഈ ഒരു പശുക്കളെയും കണ്ടു. നല്ല രസമായിരുന്നു. ഒരു കുഞ്ഞ് പൈക്കിടാവും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10% നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ തന്നെ. ഇതിങ്ങനെ നിറഞ്ഞ് കിടക്കുവാണ്. ഇപ്പോൾ ഇവിടെ ജാംനഗറിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോളൂ. കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് ഉള്ളിലേക്ക് കിടക്കുന്നു. ഇത് റോഡ് സൈഡിൽ തന്നെയാണ് വരുന്നത്, നമ്മുടെ പേടി സൈഡിൽ. ഇപ്പോൾ കറുത്ത മണ്ണായതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല കറുത്ത മണ്ണാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് നട്ടാലും നന്നായിട്ട് ഫലപുഷ്ടിയോടുകൂടി തന്നെ ഇത് വളർന്നു വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊക്കെ പൂക്കളും പൊട്ടുകളും ഒക്കെ ആയിട്ടുണ്ട്, കായ്കളായിട്ടുണ്ട്. ഈ ഒരു മാസം കഴിയുമ്പോഴേക്ക് നമ്മളിവിടെ വന്നു ഈ പൂക്കളൊക്കെ കായ്കളാക്കി മാറ്റിയിട്ട് ഒരു കുഞ്ഞു മരത്തിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു. നല്ലൊരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു എനിക്കെന്ന്. കാരണം ഇത്രയും മരങ്ങളെ ഒരുമിച്ച് കാണാൻ പറ്റി. അതും നല്ല ഭംഗിയുള്ള, നല്ല കാണാൻ തന്നെ നല്ലൊരു രസമില്ല, പച്ച കളറിൽ നല്ല ചുവന്ന ഉറുമാൻ പഴങ്ങളെ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏകദേശം ഒരു 10% മുള്ളുകളുണ്ട് കേട്ടോ. ചെടികളിൽ ഒരുപാട് മുള്ളുകളുണ്ട്. അപ്പം നടക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ നടക്കണം. നമ്മുടെ ശരീരത്തിൽ തട്ടാൻ ചാൻസ്. പിന്നെ എന്താ, ഇവരിപ്പം നട്ടതാണ് ഈ ഒരു കുഞ്ഞിനെ. ഇതിപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു തൈയാണ്. ഭയങ്കര സൗണ്ട് ഉണ്ട് വാഹനത്തിൻ്റെ, അതുപോലെ തന്നെ പ്ലെയിനിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കുറച്ചെങ്കിലും ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ടാറ്റ ബൈ ബൈ.